നമ്മുടെ കുട്ടികൾക്ക് വളരെ കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിച്ച് ബാക്കി സമയം അവരുടെ പാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അവസരം അങ്ങനെയൊന്ന് യു എയിലുണ്ട്. ഇതൊരു ഹോം സ്കൂളിംഗ് ആണ്. കേംബ്രിഡ്ജിൻ്റെ അഫിലിയേഷനോട് കൂടിയുള്ള ഒരു ഇൻ്റർനാഷണൽ ഹോം സ്കൂളിംഗ്. അതിൻ്റെ പേര് ബ്രോഡ്വേ ഇൻ്റർനാഷണൽ ഹോം സ്കൂളിംഗ്. അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്സസ് ഹർഷിതയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഹർഷിത, നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് രാവിലെ എണീറ്റ് 5 മണിക്ക് അല്ലേ 4:30-5 മണിക്കൊക്കെ എണീറ്റ് സ്കൂളിൽ പോവുക, തിരിച്ച് വന്ന് വീണ്ടും ട്യൂഷന് പോവുക. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു ഹോം സ്കൂളിംഗ് ആണ് ഇതല്ലേ? എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? നമ്മുടെ മക്കൾ വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ അക്കാഡമിക് സൈഡിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. ലൈക്ക് മോർ ദാൻ ഓൺലി 3 to 4 hours ദേ നീഡ് ടു സ്പെൻഡ്. റെസ്റ്റ് ഓൾ ടൈം അവർക്ക് അവരുടെ പാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ ദേ ആർ ഗെറ്റിംഗ് ഇനഫ് ടൈം. അതായത് നമ്മുടെ ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ഇല്ല, ടയറിങ്ങിൻ്റെ പ്രോബ്ലം ഇല്ല, അതുപോലെ ഹെവി ബുക്സ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അവർ കംഫർട്ടബിളായിട്ട് അവരെ വീട്ടിൽ നിന്ന് തന്നെ മക്കൾക്ക് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് ബ്രോഡ്വേ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്? ആക്ച്വലി ബ്രോഡ്വേയിൽ വി ഹാവ് സ്റ്റുഡൻസ് ഫ്രം KG1 till grade 8. ഓക്കെ, നമ്മുടെ ഓരോ ക്ലാസ് സൈസും വളരെ സ്മോൾ സൈസാണ്. അത് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് സൈസ് സ്മോൾ ആയിട്ടുള്ളത്. പിന്നെ ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത, ഇറ്റ്സ് ഫോക്കസ്ഡ് കൺസെപ്ഷണൽ ലേണിംഗ് ആൻഡ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് കുട്ടികൾ പഠിക്കുന്നത് അവർ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വിച്ച് ദേ റിലേറ്റ് ഇൻ ടു ദെയർ റിയൽ ലൈഫ്. എന്നിട്ടാണ് അവർ ഓരോ കുട്ടിയും ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്തിട്ട് ദേ ആർ റിലേറ്റിംഗ് ദാറ്റ് ഇൻ ടു ദെയർ റിയൽ ലൈഫ്. അതായത് ബൈ ഹാർട്ടിങ് മഗ്ഗിങ് അപ്പൊന്നും ബ്രോഡ്വേയിലില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് അവർ പഠിച്ച കൺസെപ്റ്റ് ഓരോ കുട്ടികൾക്കും മനസ്സിലായോ എന്ന് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെ ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ പറഞ്ഞില്ലേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടികൾ ഏതൊക്കെ മേഖലകളിലാണ് അവരുടെ ഒരു കഴിവ് തെളിയിച്ചിട്ടുള്ളത്? ബ്രോഡ്വേയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലിമിറ്റഡ് ടൈം മാത്രം എഡ്യൂക്കേഷനിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ടൈം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അവരുടെ പാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ ദേ ആർ ബിക്കമിങ് ദ ചാമ്പ്യൻസ് ഇൻ ദെയർ പാഷൻ ഫീൽഡ്. ലൈക്ക് നമ്മുടെ ബ്രോഡ്വേയിൽ പഠിക്കുന്ന തന്നെ കുട്ടികൾ ജിംനാസ്റ്റിക്സിൽ ചാമ്പ്യന്മാരാണ്, ചെസ്സിൽ, അതുപോലെ സ്വിമ്മിങ്ങിൽ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. ഇതല്ലാതെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഒളിമ്പിയാഡ്സിൽ ഇൻ്റർനാഷണൽ റാങ്ക് ഹോൾഡർ 1 നമ്മുടെ ബ്രോഡ്വേയിലുള്ള പഠിക്കുന്ന മക്കളാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഇതല്ലാതെ നമ്മൾ ഫിസിക്കൽ ഗ്യാതറിംഗ്സും ഗ്ലോബൽ മീറ്റപ്സും ബ്രോഡ്വേയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടി സെയിം ക്വാളിറ്റി എഡ്യൂക്കേഷന് അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ വളരെ ലിമിറ്റഡ് ടൈമിലാണ് ബ്രോഡ്വേയിൽ പ്രൊവൈഡ്. അപ്പൊ നമുക്ക് കുട്ടികൾ ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ തമ്മിൽ കാണാനും സംസാരിക്കാനുള്ള അവസരങ്ങളും എല്ലാം ഉണ്ട്. ബ്രോഡ്വേയിൽ നമ്മൾ ഫിസിക്കൽ ഗ്യാതറിംഗ്സിലൂടെ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ അഡ്മിഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അല്ലെങ്കിൽ ഹർഷിത എടുത്ത് നേരിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം.